ഈ ബേപ്പൂർ തുറമുഖത്തിനടുത്ത് ചരക്ക് കപ്പൽ തീപിടിച്ചതിന് പിന്നാലെ കണ്ണൂർ ജില്ലയിൽ വലിയ ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം രാസവസ്തുക്കൾ അടക്കമുള്ള കണ്ടെയ്നറുകളൊക്കെ പൊട്ടിത്തെറിച്ചൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളവും വായുവും ഒക്കെ മലിനമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യം പ്രതിഫലിക്കുക അത് കണ്ണൂരിലാകുമെന്നാണ് കണക്കുകൂട്ടൽ. അതിതീവ്ര മലിനീകരണമുണ്ടാക്കുന്ന രാസവസ്തുക്കളും കീടനാശിനികളും ഉൾപ്പെടെയുള്ളവയാണ് കത്തിയ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്. കണ്ടെയ്നറുകൾ പലതും പൊട്ടിത്തെറിച്ചതോടെ ഇവ കടലിലും വായുവിലും കലരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തീരത്തെ ജനങ്ങളെ ഇത് കാര്യമായി ബാധിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളവും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ വായുവും പരിശോധിക്കുന്നുണ്ട്. അഴീക്കലിൽ നിന്ന് 82 കിലോമീറ്റർ മാത്രം അകലെയാണ് കപ്പലിന് തീപിടിച്ചത്. അതിനാൽ ആദ്യം കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും വായു മലിനമാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. അതിനാൽ സൾഫർ ഡൈഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പർട്ടിക്കുലർ മീറ്റർ അനലൈസർ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത്. എന്നാൽ ഇതുവരെ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. എന്നാൽ കാലാവസ്ഥ വ്യതിയാനത്തിനനുസൃതമായി ആദ്യം വായു കണ്ണൂരിലേക്ക് എത്താനുള്ള സാധ്യത മലിനീകരണ നിയന്ത്രണ ബോർഡ് തള്ളുന്നില്ല. അതിനാൽ പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ന്യൂസ് മലയാളം, കണ്ണൂർ.